നമസ്കാരം, എൻ്റെ പേര് രാഹുൽ. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അൺടിൽ ഡോൺ എന്ന് പറഞ്ഞ പുതിയ ഹൊറർ സിനിമയെക്കുറിച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ ഈ അൺടിൽ ഡോൺ ആക്ച്വലി കൊച്ചിയിൽ PVR കൊച്ചിയിലൊക്കെ ഇതിൻ്റെ പെയ്ഡ് പ്രീമിയർ ഉണ്ടായിരുന്നു. രാത്രി 10:30 സിനിമ പെയ്ഡ് പ്രീമിയർ ഉണ്ടായിരുന്നു. ഞാൻ സാധാരണ അങ്ങനത്തെ പെയ്ഡ് പ്രീമിയർ കാണാറില്ല. അപ്പോൾ ഞാൻ ഈ അടുത്തായിട്ട് പോയി കണ്ടൊരു സിനിമയാണ് പെയ്ഡ് പ്രീമിയറായിട്ട്. ഈ സിനിമ കാണാൻ ഞാൻ പൊതുവേ ഹൊറർ സിനിമകൾ എനിക്ക് ഇഷ്ടമല്ല. ഈ സിനിമ കാണാനുള്ള ഒറ്റ റീസണേ ഉള്ളൂ. ഇതിൻ്റെ ഡയറക്ടർ ഡേവിഡ് സാൻബർഗ് ആണ്. അതായത് പോണി സ്മാഷ് എന്ന പേരുള്ള പുള്ളി, ഡേവിഡ് എഫ് സാൻബർഗ്. പുള്ളിയുടെ ഹൊറർ സിനിമകൾ 2 എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടതെന്നല്ല, ഇതിൽ ലൈറ്റ്സ് ഔട്ട് എന്ന് പറഞ്ഞ പുള്ളിയുടെ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അനബെല്ല ക്രിയേഷൻ ഓക്കെ ആയിരുന്നു. ഭയങ്കര എനിക്ക് മോശമായിട്ടൊന്നും തോന്നിയിട്ടുള്ള സിനിമയാണ് അനബെല്ല ക്രിയേഷൻ. അത് കഴിഞ്ഞ് പുള്ളി ഷസാം 1, ഷസാം 2 എടുത്തു. ഷസാം 1 പുള്ളി ഹൊറർ എലിമെൻറ്റ്സ് കൊണ്ടുവന്നത്, അത് കുട്ടികളുടെ സിനിമയാണ്, പക്ഷേ സ്റ്റിൽ ഹൊറർ എലിമെൻറ്റ്സ് കൊണ്ടുവന്നത് എനിക്ക് ഇഷ്ടമായിരുന്നു. ഷസാം 2 ഒരു ക്രിയേറ്റീവ് ഡിസാസ്റ്റർ ആയിരുന്നു. സോ പുള്ളി ഹൊറർ സിനിമ എടുക്കുന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര പോസിറ്റീവ് സൈനായിരുന്നു. അതുകൊണ്ട് മാത്രമാണ്, അതാണ് മെയിൻ റീസൺ ഞാൻ ഈ സിനിമ കാണാൻ പോകാൻ. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ സിനിമയെ കാണലായിരുന്നു. പിന്നെ സിനിമ ഫ്ലാറ്റ് സിനിമയാണ്, 1.85:1 സിനിമയാണ്. അത് OD2 ഞാൻ കണ്ടത്, PVRൽ ലുലു മോളിൽ. ഞാൻ ആദ്യം പറയട്ടെ, OD3 ഭയങ്കര മോശമാണെങ്കിലും OD2 ഭയങ്കര പ്രശ്നം ഉണ്ടായില്ല. നല്ല ഇരുട്ടുള്ള സിനിമയാണ്. പിന്നെ അടുത്ത ഫ്ലാറ്റ് സ്ക്രീനായതുകൊണ്ട് ഫുൾ സ്ക്രീൻ കാണണം എനിക്ക് നിർബന്ധമായിരുന്നു ഈ സിനിമ. ഇല്ലെങ്കിൽ പിന്നെ OD6 PVR ലുലു ഫോറം മോളുണ്ട്. പക്ഷേ ഞാൻ ആദ്യം നോക്കിയപ്പോൾ അത് വേറൊരു OD-യിലാണ് ഇട്ടിരുന്നത്. അത് സ്കോപ്പ് സ്ക്രീനിലാണ് ആദ്യം ഇട്ടിരുന്നത്. അത് പിന്നെ മാറ്റിയിട്ടാണ് അവർ OD6 മാറ്റിയത്. അത് ഞാൻ കണ്ടില്ല എന്നല്ല, ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവർ വേറെ സ്ക്രീനിലേക്ക് അത് മാറ്റിയത്. സോ ഞാൻ OD2 കണ്ടു. OD2 അത്യാവശ്യം നല്ല രീതിയിലായിരുന്നു. അതിലാകെ ഒരു 5-6 സീനിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു ലേസർ മതിയായിരുന്നു എന്ന്. അതർവൈസ് ഇറ്റ് വാസ് ഓക്കെ. നല്ല പെർഫോമൻസ് ആയിരുന്നു. നല്ല രീതിയിൽ എന്താണ് പറയുക, നല്ല രീതിയിൽ കളേഴ്സും ബ്രൈറ്റ്നസ്സും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ 5-6 സീനിൽ മാത്രമാണ് ഇത്തിരി പ്രശ്നം തോന്നിയത്. പിന്നെ ഇവിടുത്തെ സൗണ്ട് ഭയങ്കര നല്ലതായിരുന്നു, എക്സെപ്റ്റ് സറൗണ്ട് ലെഫ്റ്റ് സ്പീക്കറിൽ ഒരെണ്ണത്തിൽ ഭയങ്കരമായിട്ട് ക്രാക്ലിംഗ് സൗണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊരു ഫിക്സ് ചെയ്യുമായിരിക്കും, ഞാൻ അവരെ അറിയിച്ചിട്ടുണ്ട്. ഫിക്സ് ചെയ്തോ ഇല്ലയോ എനിക്കറിയില്ല. എന്തായാലും സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് സിനിമ ഇഷ്ടമായില്ല. ഇതൊരു പ്ലേ സ്റ്റേഷൻ ഗെയിം ബേസ്ഡ് ആണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അവിടെ ചെന്ന് കഴിഞ്ഞ് പ്ലേ സ്റ്റേഷൻ്റെ ഒരു സാധനം കാണിക്കും. അത് കാണിച്ചപ്പോൾ മനസ്സിലായി ദൈവം ഇത് പ്ലേ സ്റ്റേഷൻ ഗെയിമിന് ബേസ് ആയിട്ടാണെന്ന്. പിന്നെ സിനിമ കുറച്ച് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇതിൻ്റെ ട്രെയിലർ ഞാൻ എപ്പോഴോ കണ്ടിട്ടുണ്ട്. ടൈം ലൂപ്പാണ് സിനിമ. ഞാൻ ആദ്യം പറയാം, എനിക്ക് ഇഷ്ടമായില്ല സിനിമ. ഞാൻ ഭയങ്കര സ്ലാഷർ മൂവി ആരാധകനാണ്. എനിക്കിഷ്ടമാണ് സ്ലാഷർ മൂവീസ് കാണാൻ. ചുമ്മാ ഒരു രസമാണ് അതൊക്കെ കാണാൻ. ഭയങ്കര വയലൻ്റ് ആയിരിക്കും. അതായത് ഒരിക്കലും നമ്മൾ നടക്കുന്ന രീതിയിലുള്ള കൊലപാതകങ്ങളല്ല കാണിക്കുക, ചുമ്മാ വീട്ടിൽ വെട്ടും കുത്തും കൊലയും. അപ്പോൾ ഇവർ ഏത് രീതി ചാവുന്നു എന്നുള്ളതാണ് എനിക്ക് ആ സിനിമ കാണുമ്പോഴുള്ള സാറ്റിസ്ഫാക്ഷൻ. മനസ്സിലായി, എന്നെ സൈക്കോ ആയിട്ടൊന്നും കാണരുത്. പക്ഷേ അങ്ങനെയാണ് ഇതുപോലത്തെ സിനിമകൾ നമ്മൾ കാണുമ്പോൾ, അത് എന്ത് വെറൈറ്റി രീതിയിൽ ഇവർ ആൾക്കാരെ കൊല്ലുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഈ സിനിമയിൽ എൻ്റെ ഒരു ഹരം, അല്ലെങ്കിൽ ഒരു എൻജോയ്മെൻറ്റ് സത്യം പറഞ്ഞാൽ. പക്ഷേ ഈ സിനിമയിൽ അത് എൻറ്റയർലി ഫെയിലിയറാണ് സിനിമയ്ക്കകത്ത്. ഇവർ ഇത്രയും പ്രാവശ്യം ചാവുന്നുണ്ട്, പക്ഷേ എനിക്ക് സാറ്റിസ്ഫൈ ആയ ഒരു ഡെത്ത് ഈ സിനിമയ്ക്കകത്ത് ആകെ ഒരു ഡെത്ത് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. ഇതിനകത്ത് വെള്ളം കുടിക്കുമ്പോൾ ആൾക്കാർ പൊട്ടിത്തെറിക്കുന്നൊരു സംഭവമുണ്ട്. അതിനകത്ത് ആ ചൈനീസ് പുള്ളിക്കാരുടെ പേരെനിക്ക് ഓർമ്മയില്ല. ആ ഒരു ആളുടെ ഡെത്ത് ഇത്തിരി ഒരു രസമായിട്ട് കാണിച്ചു. അതിൻ്റെ അപ്പുറത്തേക്ക് ഡെത്ത്സൊക്കെ ഭയങ്കര ബോറിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ സിനിമയും വലിയ ബോറായിരുന്നു. എന്തോന്ന് കാണിക്കുന്നത് എനിക്കിഷ്ടേ ആയില്ല സത്യം സിനിമ. ഇപ്പം ഗെയിമിന് ബേസ് ആയിട്ടാണെന്നല്ല, എൻ്റെയും ഒക്കെ ശോകമായിരുന്നു സത്യം പറഞ്ഞാൽ. എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിച്ച സിനിമ കണ്ടപ്പോൾ. പക്ഷേ എൻ്റെ കൂടെ വന്ന ഫ്രണ്ട് ഉണ്ട്, പുള്ളി വലിയ ഹൊറർ ഫാനൊക്കെയാണ്. അവൻ പറഞ്ഞത് അവന് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല, അവന് ഇഷ്ടപ്പെട്ടെന്നാണ് അവൻ പറഞ്ഞത്. അവന് ബോറടിച്ചില്ല, അവൻ എൻ്റർടൈനിങ് ആയിരുന്നാണ് അവൻ പറഞ്ഞത്. പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല സിനിമ. എനിക്കറിയില്ല എന്താണെന്ന്. അതിന് ഈ സിനിമയ്ക്കകത്തൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അവൻ ഒരു ടൈം ലൂപ്പിൻ്റെ സ്റ്റോറി ഉണ്ട്. അത് ഇതിനേക്കാളൊക്കെ ഫാർ ബെറ്ററാണ്. അത് വായിക്കുമ്പോൾ തന്നെ ഇതിനേക്കാളും ഭയങ്കരമായിട്ട് എൻജോയ്മെൻറ്റ് കിട്ടുന്നുണ്ടായിരുന്നു. ഇത് എന്തോന്നത് നല്ല ബോറ് ടൈം ലൂപ്പാണ് സത്യം പറയാമല്ലോ. ഭയങ്കര ബോറ് ടൈം ലൂപ്പ് സിനിമയാണ്. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളിത് കണ്ട് സമയം കളയേണ്ട കാര്യമില്ലെന്നാണ്. ഇനി ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴത്ത് പറയുക. എന്തായാലും പറ്റുവാണെങ്കിൽ ഒബ്വിയസ്ലി കാണുവാണെങ്കിൽ നിങ്ങൾ ഫ്ലാറ്റ് സ്ക്രീനിൽ തന്നെ കാണാൻ ശ്രമിക്കുക. പറ്റുവാണെങ്കിൽ ഫോറം മോളിൽ OD6 ഫ്ലാറ്റ് സ്ക്രീനാണ്, അവിടെ തന്നെയാണ് അത് കളിക്കുന്നതെങ്കിൽ അവിടെ തന്നെ കാണാൻ നോക്കുക. അതായിരിക്കും കുറച്ചും കൂടി അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഫുൾ സ്ക്രീൻ കാണുന്നതിന് എൻജോയ്മെൻ്റ് ആയാലും കിട്ടുമല്ലോ. എന്തായാലും വീഡിയോ കാണുന്നതെന്ന് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.